കോഴിക്കോട് വടകര മൂരാട് പാലത്തിന് സമീപം ദേശീയപാതയിൽ വിള്ളൽ 10 മീറ്ററോളം ദൂരത്തിലാണ് ഈ വിള്ളൽ കണ്ടെത്തിയത്. അഖില CP വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖില, ആ ദൃശ്യങ്ങൾ, ആ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ കോഴിക്കോട് മറ്റൊരിടത്ത് ഇതേപോലെ പാലത്തിൽ വിള്ളൽ കണ്ടപ്പോൾ രാത്രിക്ക് രാത്രി വന്ന ഒരു തട്ടിപ്പ് നടത്തി അതിന് ആ എവിടെയാണോ വിള്ളൽ ഉണ്ടായത് ആ ഭാഗത്ത് മാത്രം ടാറിട്ട് അങ്ങ് പോവുകയായിരുന്നു. ഇതിപ്പോൾ എപ്പോഴാണ് വിള്ളൽ കണ്ടെത്തിയത്? എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? ഈ റീച്ചിലെ പൊതുവെ നിർമ്മാണം പൂർത്തിയായതാണോ? ഇന്നലെ രാത്രിയോടെയാണ് വടകര മൂരാട് പാലത്തിൽ ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടെത്തുന്നത്. അപ്പോൾ സമീപ പ്രദേശത്തുള്ളവർ ഇത് അധികൃതരെ അറിയിച്ചിരുന്നു. പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. നിലവിൽ ഈ വിള്ളൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അധികൃതർ നാട്ടുകാരോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ നമുക്കറിയാം, കോഴിക്കോടും വടക്കൻ ജില്ലകളിൽ മഴ കനക്കുകയാണ്. നമുക്ക് ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ ഇതിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആര്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് വടകര തിരുവങ്ങൂരും ഇത്തരത്തിലുള്ള ഒരു വലിയ വിള്ളൽ ഉണ്ടായിരുന്നു. ഇത് 10 മീറ്റർ ആണെങ്കിൽ അത് 400 മീറ്റർ ആയിരുന്നു. ആ 400 മീറ്ററിൽ വലിയ ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിച്ചപ്പോൾ വെറുതെ ഒരു പേരിന് വന്ന് ടാർ ചെയ്തു പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ആശങ്കകൾ പ്രകടിപ്പിക്കുമ്പോഴും അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല. ഈ ശാസ്ത്രീയ പഠനം ഉൾപ്പെടെ ഇപ്പോൾ ഈ 400 മീറ്റർ എന്ന് പറയുന്ന വിള്ളൽ വലിയൊരു വിള്ളലായിരുന്നു. അതിന് കൃത്യമായ ശാസ്ത്രീയ പഠനം പോലും നടത്തിയിരുന്നില്ല. താഴെ സർവീസ് റോഡുണ്ട്, അതെല്ലാം അപകടത്തിലായിരുന്നു. അപ്പോൾ പ്രധാനമായും ഏറ്റവും പുതിയത് ഇപ്പോൾ മൂരാട് പാലത്തിൽ കണ്ടെത്തിയിരുന്ന 10 മീറ്റർ വിള്ളലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല, 10 മീറ്റർ ദൂരം മാത്രമാണ് ഈ വിള്ളൽ എന്നൊക്കെ പറയുമ്പോഴും അതിലൂടെ നോക്കും നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഭാഗത്ത് ആ മുന്നറിയിപ്പിന് വേണ്ടി മാറ്റി കെട്ടിയിട്ടുണ്ട്. അത് ശരി. പക്ഷെ സൈഡിലൂടെ ഇപ്പോഴും വാഹന ഗതാഗതമൊക്കെ സാധാരണ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ വിള്ളലൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനകൾ നടക്കണം. കാര്യക്ഷമമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ സാഹചര്യം പ്രത്യേകമായി തന്നെ പരിശോധിക്കുമെന്ന് നിതിൻ ഗഡ്കരി തന്നെ ഉറപ്പും നൽകിയിട്ടുണ്ട്.